നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനവും നമ്മൾ സ്ത്രീ അവകാശങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങൾ, കൂടുതലും സ്ത്രീ അവകാശങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒരു അന്തരം സംഭവിക്കുകയാണെങ്കിൽ, ചെറുതെങ്കിൽ ചെറുത് സംഭവിക്കുകയാണെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ എങ്ങനെയായിരിക്കും, എന്ത് ഘടകങ്ങളൊക്കെ ആയിരിക്കും മനസ്സിലേക്ക് ആദ്യം മൂടി വരുന്നത്? നമ്മുടെ പ്രസ്ഥാനത്തെ ബോധ്യപ്പെടുത്താൻ തന്നെ നമ്മൾ പറയും അതല്ല ശരി, ഇത് തന്നെയാണെന്ന് പറയും. അപ്പം അത് ശരിയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നിർഭയമായി കമ്മിറ്റിയിൽ അഭിപ്രായം പറയുക തന്നെ ചെയ്യും. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ നിർഭയമായി പറഞ്ഞ് ശീലിച്ച് വന്നിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങൾ തുറന്ന് പറയുക തന്നെ വേണം. അഭിപ്രായം തുറന്നു പറഞ്ഞെങ്കിലേ നമുക്ക് അതിനാണ് സമിതി സമ്മേളിക്കുന്ന. അതിനാണ് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുക. നമ്മൾ പറയുന്ന അഭിപ്രായം ചിലപ്പം എല്ലാവർക്കും സ്വീകാര്യമായെന്ന് വരില്ല. പക്ഷെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ നിർഭയമായി നമ്മൾ പറയാം. സ്ത്രീകൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സ്ത്രീകൾ പറയണം. പിന്നെ ആര് പറയും? നമ്മൾ പറയണം, നമ്മളെങ്കിലും പറയണം. 1848 ആദ്യമായിട്ട് ഡിക്ലറേഷൻ ഓഫ് സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ സ്ത്രീകളുടെ ഒരു സമ്മേളനം കൂടിയിട്ട് അവരാണ് അവിടെ സെനക്കൽ ഫാൾസിലോ മറ്റോ കൂടിയാന്നാണ് പറയുന്നത്. അതിൽ പറഞ്ഞതിൽ ഒരു കാര്യം, അവരെടുത്തു കാണിച്ച ഒരു കാര്യം, അന്ന് സ്ത്രീക്ക് വീടിന് പുറത്ത് ജോലിക്ക് പോകാം, ശമ്പളം വീട്ടിലെ പുരുഷന്മാർക്കാണ്. വോട്ടവകാശം ഇല്ല, സ്വത്തവകാശം ഇല്ല, ഒരവകാശം അവർക്കില്ല. അപ്പൊ എന്നിട്ടും അവര് ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് ഒന്നും പറയാനുള്ളതില്ല. അവര് പറഞ്ഞ ഡിക്ലറേഷൻ ഓഫ് സെന്റിമെന്റ്സ്, ഞങ്ങളുടെ ചില തോന്നലുകൾ, ഞങ്ങളുടെ മനസ്സിൽ ഉയർന്നുയർന്നു വരുന്ന ചില ചേതോവികാരങ്ങൾ ഞങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്നു. പക്ഷെ അതൊരു വലിയ മാഗ്ന കാർട്ട പോലെ വലിയൊരു ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിൽ അഞ്ജന, അതിൽ അവസാനം അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താ പറയുക, അതിന്റെ ഇടയില് ഗർഭം അലസിപ്പിക്കാനുള്ള, അന്നത്തെ ഗർഭം അലസിപ്പിക്കുന്ന രീതികളൊക്കെ വളരെ ക്രൂഡായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഗർഭധാരണം തടയുന്ന മാത്രമല്ല ഗർഭം അലസിപ്പിക്കാനുള്ള എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പ്രസവിക്കാനുള്ള യന്ത്രങ്ങളായിട്ട് നമ്മൾ കാണേണ്ടത് ഇവിടെ വരെയുള്ള വളർച്ചയിൽ സ്ത്രീകളുടെ സംഭാവന വളരെ വലുതാണെന്നതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഈ സ്ത്രീ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങള് എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? സോഷ്യോളജി പഠിക്കാൻ പോയല്ലാതെ ഇത് 1ാം ക്ലാസ് തൊട്ട് അമ്മയാണ്, ദേവിയാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന കണക്ക് എത്ര നാര്യസ്തു പൂജ്യന്റെ ഇങ്ങനെയൊക്കെ 4 ശ്ലോകം പഠിപ്പിച്ചതുകൊണ്ടായില്ല. ഈ പച്ച ആയിട്ടുള്ള ജീവിത കഥകള്, ചരിത്രങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോഴാണ് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ചിന്തിക്കാൻ കഴിയുന്ന ഒരു മൃഗം മനുഷ്യനാണ് എന്നാളാണ് ഇതുവരെ കണ്ടുപിടിച്ചത്. അല്ലാത്ത ജന്തുക്കളൊക്കെ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ വളരെ വളരെ കുറച്ചാണ്. അപ്പൊ ആ മനുഷ്യൻ ചിന്തിക്കുന്നത് അവന്റെ പകുതിയെ ഒന്നുമില്ലാത്ത ആക്കാനാണ്. അല്ല, അപ്പൊ അത് അവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ന് അതിനുള്ള അവസരമില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര കുട്ടികൾ വായിക്കും? ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഇതൊക്കെ തേടി പിടിച്ച് വായിക്കുക എന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല. അക്ഷരം അറിഞ്ഞുകൂടാത്തവരുടെ സമൂഹത്തിൽ നിന്നാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പോയത്. അത്ര വലുതായിട്ട് ഈ ചരിത്രമൊക്കെ തേടി പിടിച്ച കുട്ടികൾ എനിക്ക് തോന്നില്ല. പക്ഷെ ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി ആയിരിക്കും. കഴിവുണ്ട്, പക്ഷെ അവർ ശേഖരിക്കുന്ന വിവരം പഠിപ്പിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും കൂടെ ശരിക്കും പറഞ്ഞാൽ എങ്കിലേ സ്ത്രീക്ക് ഒരു അംഗീകാരം കിട്ടത്തുള്ളൂ. അതെ, നമ്മളിപ്പോ എന്ത് ചേച്ചി, നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. 63% ജനസംഖ്യയുടെ 63% എന്ന് പറയുന്നത് 35 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാണ്. അതിൽ നല്ല ചെറുപ്പക്കാരികളുണ്ട്. ആ ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികൾ മുന്നോട്ട് വന്നേ പറ്റത്തുള്ളൂ. അവരും ഇതിലേക്ക് കൂടുതൽ പ്രതീക്ഷയോടാണ് നമ്മളവരെ കാണുന്നത്. അവരിലൂടെയാണ് ഇനി മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അവരെ നമ്മളിതെല്ലാം പഠിപ്പിച്ചും അവർ സ്വയം പഠിച്ചും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സജ്ജരായി മുന്നോട്ട് വരണം. അവർക്ക് കുറ്റവും കുറവും ഒക്കെ ഉണ്ടാവാം, അവരെ തിരുത്തിയെടുക്കാം നമുക്ക്. പക്ഷെ അവരിൽ തന്നെയാണ് നമ്മൾ ഈ ചർച്ച കേൾക്കുന്നവരെങ്കിലും അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ചരിത്രമുണ്ട്, ആ ചരിത്രം നമ്മൾ അറിയേണ്ടതാണ് എന്ന് തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരു വിഷയം വന്നത്, അതായത് ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകരായി വരുന്നവര് അല്ലെങ്കിൽ പിന്നെ ഈ സമരങ്ങളിൽ പങ്കെടുക്കുന്നവർ, ജനപ്രതിനിധികളായിട്ടുള്ളത്, പാർട്ടി കമ്മിറ്റികളിൽ വരുന്നവർ അവരുടെ എല്ലാം പരിമിതികളും കുറ്റങ്ങളും കുറവുകളും എല്ലാം മനസ്സിലാക്കി ഈ പുതിയ തലമുറ മുന്നോട്ട് വരണം. വേണ്ടേ? സമരത്തിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ക്രിയാത്മകമായ ഇടപെടലുകൾ സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ചരിത്രത്തിൽ അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള എല്ലാം നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ റഷ്യൻ സമരങ്ങളെ കുറിച്ച് പറഞ്ഞു, ചിപ്കോ എന്ന് പറയുന്ന എൻവയൺമെന്റൽ സമരം, അതിലും സ്ത്രീകളാണ് മുന്നിട്ട് വന്ന് നിന്നതോടെ
അല്ലെങ്കിൽ നമ്മുടെ നിൽപ്പ് സമരങ്ങൾ, ഇത്തരത്തിൽ ക്രിയാത്മകമായി വേറെ രീതിയിൽ മറ്റൊരു പേഴ്സ്പെക്റ്റീവിൽ സമരങ്ങളെ കാണാൻ സ്ത്രീകൾക്ക് സാധിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ജമിലി ചേച്ചി മുമ്പേ സൂചിപ്പിച്ച പോലെ ഇപ്പോ റഷ്യൻ വിപ്ലവത്തിലെ പോരാളികളായിട്ടുള്ള സ്ത്രീകൾ, ഇപ്പൊ ആ പോരാളികളായ സ്ത്രീകളുടെ പേരൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സോയ അല്ലേ, അവരൊക്കെ ആ സമര അവരല്ലേ ഈ സമരത്തിൽ സജീവമായി ഇടപെട്ടിരുന്ന പഴയ സ്ത്രീകളായിരുന്നു. അപ്പോൾ ആ സമരത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും വളരെ ആക്റ്റീവായ സ്ത്രീകളുണ്ടായിരുന്നു. വിയറ്റ്നാം സമരത്തിൽ പാടത്ത് പണിക്ക് പോകുന്ന സ്ത്രീയുടെ കയ്യിലും പിന്നെ തോക്കുണ്ടായിരുന്നു. ആ സമരത്തിൽ അവളുടെ റോള് വളരെ വലുതായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തം, ഇന്ത്യയിൽ നടത്തുള്ള എല്ലാ സമരങ്ങളും, പരിസ്ഥിതി സമരത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചല്ലോ, തൊഴിലാളി സമരങ്ങൾ, കർഷക സമരങ്ങൾ എല്ലാം എടുത്തു നോക്കി. ഇപ്പോൾ വടക്കൻ മലബാറിൽ നടന്ന കർഷക സമരത്തിലും തൊഴിലാളി സമരത്തിലും, ആലപ്പുഴയിൽ നടന്ന സമരം, പുന്നപ്രവേല സമരത്തിലും ഒക്കെ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതായിരുന്നു. ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, അതിലെല്ലാം സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. സമരങ്ങളുടെ മുൻനിരയിലെല്ലാം സ്ത്രീകളുണ്ടാവും. ഇന്ന് കാണുന്ന എല്ലാ മാറ്റങ്ങളും എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ സ്ത്രീ ഉണ്ടായിരുന്നു. സ്ത്രീക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഈ നേട്ടങ്ങളെല്ലാം നേടിയെടുക്കുന്നതിൽ അവളുടെ പങ്ക് വളരെ വളരെ വലുതാണ്. പക്ഷെ അത് ആ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള പക്ഷക്കാരിയാണ് ഞാൻ. സ്ത്രീകളുടെ ഒരു റോള്, സ്ത്രീകൾ ഈ സമരങ്ങളെല്ലാം വഹിച്ചിട്ടുള്ള ആ പങ്കിനെ ശരിയായ രൂപത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളൊരു പരിമിതിയുണ്ട്. പക്ഷെ അവൾ എവിടെയും തോറ്റു കൊടുത്തിട്ടില്ല. എല്ലാ സമരങ്ങളിലും സ്ത്രീകൾ അവളുടെ റോള് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അപ്പം സുജാത മാഡം പറഞ്ഞ ആ സമരങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് അയ്യങ്കാളി നേതൃത്വം കൊടുത്ത കല്ലുമാല സമരം. ഇപ്പൊ അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തമാണ്. സ്ത്രീകളാണ് മുന്നിലേക്ക് വന്ന് അവരുടെ ആഭരണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവരാണ് സമരം ചെയ്തത്. അപ്പൊ ദളിത് സമൂഹത്തിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു. ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു, ഇപ്പം നമ്മുടെ നവോത്ഥാനത്തിന്റെ ചരിത്രത്തില് സ്ത്രീകളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയാണ് സമരങ്ങൾ നടന്നത് അല്ലെങ്കിൽ മുന്നേറ്റങ്ങൾ നടന്നത്. പിന്നെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സമരത്തിന്റെ വിജയത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സ്ത്രീ ആയിരുന്നു. ഇപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം വിജയിച്ചത് ആരുടെ പങ്കാളിത്തം കൊണ്ടാണ്? സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ടാണ്. അവരാണ് അതിന് നട്ടെല്ലായിട്ട് നിന്നത്. അദ്ദേഹത്തിന്റെ സിവിൽ ഡിസോബീഡിയൻസ് ആരാണ്? സ്ത്രീകളാണ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ ശരിക്കും സ്ത്രീകളുടെ പങ്കാളിത്തം സമരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു സമരവും വിജയിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും എല്ലാം ഫലമായി നേടിയെടുത്ത സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 വർഷം കഴിഞ്ഞിട്ടും ഈ കാലഘട്ടത്തിലെല്ലാം ഈ പോരാട്ടങ്ങളെല്ലാം സ്ത്രീ മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങളുണ്ടല്ലോ, അത് അവൾക്ക് യാഥാർത്ഥ്യമായിട്ടുണ്ടോ? ഇല്ല. സ്വാതന്ത്ര്യത്തിന്റെ സത്ഫലങ്ങൾ അനുഭവിക്കാൻ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പറ്റിയിട്ടുണ്ടോ? എഴുതാനും വായിക്കാനും അധികാരങ്ങൾ പങ്കുവെച്ചു. അല്ല അജിജി, എഴുതാനും വായിക്കാനും അറിയാൻ വയ്യാത്ത സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുണ്ട്, ഇല്ലേ? ഉണ്ട്. പ്രസവ സമയത്ത് മരിക്കുന്ന അമ്മമാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, അല്ലേ? ശിശു മരണനിരക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ. വിദ്യാഭ്യാസ അവകാശം കാര്യം നമ്മൾ പറയിപ്പിക്കും. തീരുമാനം എടുക്കുന്നിടത്ത് നമ്മളില്ല. ബഡ്ജറ്റിന്റെ അലോക്കേഷൻ വരുമ്പോൾ നമ്മൾ അവിടെ പുറകെ പോന്നു. അപ്പോൾ തുല്യ ജോലിക്ക് തുല്യ വേതനം ഇപ്പോഴും ഇല്ല. മിനിമം കൂലിക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകളടക്കം. മിനിമം കൂലി ഇല്ലേ? അപ്പൊ അവിടെ എല്ലാം നമ്മൾ പുറകെ നിൽക്കുന്നു. നമ്മളെ ഇങ്ങനെ ചവിട്ടി അരച്ചിട്ടേക്കാണ്. സ്ത്രീ പുറകെ നിൽക്കുന്നു. അപ്പൊ ഈ സമരം ചെയ്യാൻ സ്ത്രീ മുമ്പിൽ ഉണ്ടാവണം. പക്ഷെ പതുക്കെ പതുക്കെ സ്ത്രീയെ മാറ്റി നിർത്തുന്നു. അവിടെയാണ് ഇനി നമ്മൾ കടന്നു വരണ്ടേ. അതിനുവേണ്ടി വീണ്ടും സമരം ചെയ്യേണ്ടി. സമരം കഴിഞ്ഞാൽ ഇപ്പൊ പെമ്പിളെ ഒരുമയെ നടന്നു. അതിനൊരു നൈരന്തര്യം ഇല്ലാതായി പോയി. 3 ദിവസത്തെ കാര്യം കഴിഞ്ഞപ്പോൾ അതെവിടെയോ അങ്ങ് പോയി. എന്തുകൊണ്ട് അന്ന് മുന്നോട്ട് എന്തു ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്താണ് നടത്തിയത്. മെറ്റിക്കുലസ്, ഒരു എവിടെയോ ഒരു പാളിച്ചയില്ലാതെ നമ്മളെല്ലാം ഇങ്ങനെ ഒരു അവിശ്വസനീയമായ മിതം. ഇതെങ്ങനെ ഈ മലമടക്കിൽ ഇവർക്ക് സാധിച്ചു? അത് മലമടക്കാണ്. ഒരു സ്ത്രീക്ക് കഴിയുന്ന തെളിയിച്ച് ചേച്ചിയത്. എല്ലാ സമരവും അങ്ങനെ വിജയിച്ചു കൊള്ളണമെന്നേ ഇല്ല. പരാജയത്തിൽ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും സ്ത്രീ മുന്നോട്ട് അവസാനിച്ചോ എന്നാണ് നമ്മുടെ. ജയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ സമരങ്ങളും ജയിക്കില്ല. തോറ്റേ വരൂ. ഇപ്പൊ എല്ലാ സമരമാണ്. അത് നമ്മുടെ മനസ്സിലുള്ള ഒരു വലിയ ഒരു വികാരം നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. ഇതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല, ഞങ്ങൾക്ക് മാറ്റം വേണം. എല്ലാ സമരങ്ങളും മാറ്റത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അനീതിക്കെതിരെ ശക്തമായി സമരം തന്നെ നമുക്ക് നടത്തണം. സമരം തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുന്നിടം വരെ സമരം തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മളോട് കാണിക്കുന്ന അനീതിക്ക് നമുക്ക് പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ ദിവസവും നോർത്ത് ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിൽ ഞാൻ വായിച്ചു, ഒരു ദളിതീയ സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നുള്ള കാരണത്താൽ ഒരു യുവാവിനെ, ബാക്കി ദളിതനല്ലാത്തൊരു യുവാവിനെ അയാളൊരു വലിയ കാര്യമാണ് ചെയ്തത്.
മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുമ്പിൽ സമരത്തിന് പോകേണ്ടി വരുന്നു. വെടിവെച്ചങ്ങ് കൊന്നു. ഈ ഓണർ കില്ലിംഗ് കേരളത്തിൽ നടക്കയില്ലേ? ഇനി അതിലപ്പുറം ഒന്നും വേണ്ടല്ലോ. അതാണ് സ്വാതന്ത്ര്യത്തിന്റെ 70 വർഷം കഴിയുമ്പോഴും കാപ്പ് പഞ്ചായത്തും ഓണർ കില്ലിങ്ങും എല്ലാം നമ്മൾ ഓരോ ദിവസവും കേൾക്കുകയാണ്. അപ്പൊ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയെന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ പതുക്കെ പതുക്കെ പുറകോട്ടാണ് പോകുന്നത്. ഇതിനോടെല്ലാം അങ്ങ് പൊരുത്തപ്പെട്ട് സ്ത്രീ പോകാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളോട് ഈ അനീതിയെല്ലാം കാണിക്കുമ്പോൾ നമ്മൾ അടങ്ങിയിരിക്കാൻ പാടില്ല. നമ്മൾ നന്നായി പ്രതികരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമരമുറകളിൽ സ്ത്രീകൾ വളരെ സജീവ സാന്നിധ്യമായിരിക്കും. എന്നാൽ അതിനുശേഷം വരുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുമ്പോഴോ അതിനുശേഷം വരുന്ന വിജയത്തിലേക്ക് എത്തുമ്പോഴോ അത് പങ്കുവയ്ക്കാനായിട്ട് സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവായിരിക്കും. ഇങ്ങനെ സ്ത്രീകളെ അവിടെ നിന്ന് കാലാകാലങ്ങളെ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പലപ്പോഴും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അരികവരിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായി തെളിയുന്ന കാര്യമാണ്. നമ്മൾക്ക് വന്നിട്ടുള്ള MLA-മാരുടെ കണക്ക് നോക്കുകയാണെങ്കിലും മന്ത്രിമാരുടെ കണക്ക് നോക്കുകയാണെങ്കിലും ഒക്കെ ഇത് വ്യക്തമാണ്. ഒരു സ്ത്രീ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവളുടെ സംഘടന കാണുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? അതിന് പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാനൊക്കെ എനിക്ക് അക്കാര്യത്തിലൊരു അവസരമൊക്കെ കിട്ടിയിട്ടുള്ള ആളാണല്ലോ. ഇപ്പോൾ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ആദ്യം സംവരണമായിരുന്നു. ആ സംവരണത്തിൽ പ്രസിഡന്റായി. എന്നെ ഏൽപ്പിച്ച ജോലി ജനങ്ങളുടെ സഹായത്തോടെ പാർട്ടിയുടെയൊക്കെ സഹായത്തോടെ നന്നായി ചെയ്തു എന്നൊരു തോന്നലുള്ളത് കൊണ്ടായിരിക്കണം രണ്ടാമത് പിന്നെ ജനറൽ സീറ്റിൽ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ പാർട്ടി തയ്യാറായി. അങ്ങനെ അവസരം കിട്ടുന്ന വളരെ ചുരുക്കം ആളുകൾക്ക്, വളരെ ചുരുക്കം ആളുകൾക്കായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം നോക്കും. നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന സ്ത്രീകളാണോ, അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ, ജയിച്ചു വന്നു കഴിഞ്ഞാൽ ജനങ്ങളോട് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയുമോ, ഒരു സ്ഥാനാർത്ഥിയെ ആലോചിക്കുമ്പോൾ ഈ ഘടകങ്ങളെല്ലാം ആലോചിക്കാറുണ്ട്. അതിലെല്ലാ തലങ്ങളും ആലോചിച്ചിട്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ ആലോചിക്കുന്നത്. മാഡം, ഇതേ വിഷയത്തിൽ തന്നെ മാഡത്തിന്റെ വ്യൂ പോയിന്റ്സ് എന്തായിരിക്കും? ഇപ്പം എനിക്ക് നേരിട്ടൊരു അഭിപ്രായം അല്ലെങ്കിൽ അനുഭവം പറയാൻ ഇതിൽ അങ്ങനെയില്ല. പക്ഷെ എന്നാലും മാഡം പറഞ്ഞതുപോലെ ഒരു സ്ത്രീക്ക് ഇത് സാധിക്കുമോ? എന്താണ് നമ്മൾ ഒരു സ്ത്രീയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവളൊരു ജനപ്രതിനിധി ആവുകയാണ്. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ അവർക്ക് ആ ഒരു അവസരം കൊടുക്കുന്നത്. അപ്പോൾ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം? ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ആ പ്രശ്നങ്ങളിൽ ഇടപെടാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കഴിവുള്ള ഒരാളായിരിക്കണം ജനപ്രതിനിധിയായിട്ട് വരേണ്ടത്. അപ്പോൾ അതിനുള്ള ഗുണഗണങ്ങൾ ഒരു സ്ത്രീക്കുണ്ടോ? അത് അവളുടെ ഇതിനു മുമ്പുള്ള പ്രവർത്തനങ്ങളിലൂടെ അത് സാധിക്കാൻ അല്ലെങ്കിൽ അത്തരമൊരു കഴിവ് തനിക്കുണ്ട് എന്ന് തെളിയിക്കാൻ ആ സ്ത്രീക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതിനെ ഒരു ഘടകമായിട്ട് എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ വേറെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഈ മാനദണ്ഡത്തിന് ഈ പ്രശ്നങ്ങളിൽ ഇടപെടാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവകാശത്തിന് വേണ്ടി നിൽക്കാനും സാധിക്കുന്ന ഒരു പ്രവർത്തന പാരമ്പര്യം ആ സ്ത്രീക്കുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാനിപ്പോ ജില്ലാ പഞ്ചായത്തിലെ പാർലമെന്റ് എന്നേക്കാൾ സമർത്ഥരായ ഒരുപാട് സ്ത്രീകൾ ഈ രംഗത്തൊക്കെ വരാൻ അർഹരായി ഈ സമൂഹത്തിലുണ്ട് എന്ന തിരിച്ചറിവ് എനിക്കും ഉണ്ടാവണം. അതെ, നമുക്കേ അവസരം കിട്ടിയിട്ടുള്ളൂ. അവസരം കിട്ടാത്ത ഒരുപാട് പേര് വളരെ അപൂർവമായിട്ടാണ് അവസരം കിട്ടുന്നത്. ഈ കിട്ടുന്ന അവസരം ജനങ്ങൾക്ക് വേണ്ടി നന്നായി വിനിയോഗിക്കാനും തയ്യാറാണ്. അഴിവ് നടത്താതെ, സ്വജനപക്ഷപാതം കാണിക്കാതെ, സത്യസന്ധമായി ജനങ്ങളോടൊപ്പം നിന്ന് നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ തെരഞ്ഞെടുത്ത് വരുന്ന ഏത് ജനപ്രതിനിധിയും തയ്യാറാകണമെന്ന അഭിപ്രായമാണ്. സമൂഹത്തിൽ നമ്മൾ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പോലും അവർക്ക് പ്രതികരിക്കാനുള്ള ഒരു അവസരമില്ല. കോളേജിൽ പ്രതികരിക്കണമെന്നുണ്ടാവും, ഇന്റേണൽസ് ഉൾപ്പെടെ. വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരെ ആളുകളെല്ലാം ശബ്ദിക്കുന്നുണ്ടല്ലോ. രാഷ്ട്രീയമാണോ വലിയ ക്യാമ്പസുകളിൽ കുഴപ്പമുണ്ടാകുന്നതിനോ അല്ലെങ്കിൽ ക്യാമ്പസുകളിലെ മോശപ്പെട്ട പ്രവണതയെ നമ്മൾ എതിർക്കുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയം വളരെ അത്യാവശ്യം തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥരെന്നോട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ തെറ്റുകളെ തിരുത്താൻ അതത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകണം എന്ന്. അതിൻ്റെ അടുത്ത് എലിയെ പിടിച്ച് ഇല്ലം ചുടുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചിട്ട് ക്യാമ്പസുകൾ പോയാൽ ഈ മാനേജ്മെന്റുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ വർഷങ്ങളോളം സമരം ചെയ്താണ് വിദ്യാർത്ഥി അവകാശം നേടിയെടുത്തത്. ശരിക്കും പ്രീ ഡിഗ്രി ബോർഡ് പൊളിറ്റിക്കൽ സമരമാണ് എൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമരം. ശരിക്കും നമുക്കതൊക്കെ ഇപ്പോഴും ആ സമരം ഓർക്കുമ്പോൾ വലിയ ആവേശമാണ് തരുന്നത്. കാരണം ശരിക്കും അത്തരം സമരങ്ങളിലൂടെയും മറ്റ് ഇടപെടലുകളിലൂടെ എല്ലാമാണ് നമ്മളെ പോലെയൊക്കെയുള്ള ദേഹത്ത് കൊണ്ട തല്ലിന്റെ അവസാനമാണ്. അതെ, ഓരോ കൊണ്ട വെയിലിന്റെ സാധാരണ നമ്മൾ പറയാം, അച്ഛൻ കൊണ്ട വെയിലിന്റെ തണലാണ് മക്കൾ അനുഭവിക്കുന്നത്. അമ്മയുടെ കഷ്ടപ്പാടാണ് മക്കളുടെ ജീവിത സുരക്ഷ. അതുപോലെ നമ്മള് അത് ആ അച്ഛൻ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും കൊള്ളുന്നത് കൂടാതെ പ്ലസ്
പൊതുപ്രവർത്തകർ എന്നതിൽ അതിനേക്കാളേറെ പക്ഷെ സമൂഹത്തിൽ അതുകൊണ്ട് എനിക്ക് പുതിയ കുട്ടികളോട് പറയാനുള്ള ഇപ്പൊ ഇത് അത്ര സുഖകരമായ ജോലിയൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം. ത്യാഗം, നല്ല പോലെ സ്ട്രഗിൾ ചെയ്യേണ്ടത് ഉത്തരവാദിത്വമുള്ള തന്നെയാണ്. ജോലിയാണ്. അത് കാരണം എല്ലാം നല്ല സ്ട്രെയിൻ തന്നെയാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് എന്തിനായിരുന്നു അതൊരു ജീവിത ശൈലി, അതൊരു ജീവിത വരുമാന ശൈലി. മാർഗ്ഗമല്ല. അതൊന്നും അത് നമ്മളെന്തിനാ നമുക്ക് കഷ്ടപ്പാടൊക്കെ കിട്ടുന്ന അനുഭവിക്കുന്നത്? ഏതെങ്കിലും ഒരാളെ സഹായിക്കാൻ നമ്മളൊരു കാര്യം ചെയ്താൽ അതിന് തിരിച്ച് നമുക്ക് കിട്ടുന്ന പണമല്ല നമ്മുടെ മൂല്യം, മറിച്ച് അവരുടെ മുഖത്ത് കാണുന്ന ഒരു ചാരിതാർത്ഥ്യമുണ്ടല്ലോ, അത് നമ്മുടെ സംതൃപ്തിയാണ്. പൊതുപ്രവർത്തകയാവണമെന്ന് തീരുമാനിച്ച നിമിഷം മുതൽ നമ്മളുടെ പേഴ്സണൽ ചോയ്സുകളിൽ നമ്മൾ എടുക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒട്ടനവധി സാക്രിഫൈസുകളുടെ ലിസ്റ്റ് തീർച്ചയായിട്ടും ഉണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യം എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യപ്പെടുന്നു? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, അയ്യോ അത് വേണ്ടെന്ന് വെക്കേണ്ടിയിരുന്നില്ല അങ്ങനെ എന്നുള്ളത്? അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം ഇത് നമ്മൾ സ്വയം തീരുമാനിച്ചെടുത്തത് തന്നെയാണ്. അതായത് രാഷ്ട്രീയ പ്രവർത്തകയാകുക എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നു. ആ എടുത്ത തീരുമാനം ശരി തന്നെയായിരുന്നു. അതിനിടയിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം തരണം ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ വീട്ടിലെല്ലാവരും കൂടെ പോകുന്ന ഒരു സ്ഥലത്ത് നമുക്ക് അപ്പോൾ എൻ്റെ മോളെടുക്കുക, ഇപ്പോൾ ഹസ്ബൻഡ് മോളെടുക്കുക പോയേക്കുക, എനിക്ക് പക്ഷേ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ കേന്ദ്രീകരിക്കേണ്ടതുകൊണ്ട് എനിക്കവിടെ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നൊരു അവസരത്തിൽ പോകും. പക്ഷെ ചിലതൊക്കെ മാറ്റി വെക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണണം, അന്നേരം നമുക്കത് കാണാൻ പറ്റത്തില്ല. മറ്റെന്തെങ്കിലുമൊക്കെ ആഘോഷം, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ചില ആഘോഷ പരിപാടികൾ നമുക്ക് പങ്കെടുക്കാൻ പറ്റാതെ വരും. അന്നേരമൊക്കെ നമുക്ക് ചെറിയ പ്രയാസമല്ലോ, അവരെല്ലാം കൂടുന്നിടത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അപ്പം നമ്മൾ മറുഭാഗം ചിന്തിക്കും, അതിനേക്കാൾ എത്രയോ വലിയൊരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും ഈ ഒരു തീരുമാനമെടുത്തതിൽ തോന്നിയിട്ടില്ല. മാഡം പറയാൻ അല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലും പരിപാടികളിലും ഒത്തുചേരലിലും പലപ്പോഴും നമ്മൾ മുഴുവൻ സമയ പ്രവർത്തകരായതിനു ശേഷം പോകാൻ കഴിയുന്നതിൽ വിഷമം തോന്നുമെങ്കിലും അവിടെ നമ്മളെ സാന്ത്വനിപ്പിക്കാൻ ഒരുപാട് കുടുംബങ്ങളിൽ അംഗമായി നമ്മൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടത് പക്ഷെ എനിക്ക് ഒരുപാട് സങ്കടം. എൻ്റെ കുഞ്ഞൊരിക്കൽ പനി പിടിച്ച് ആശുപത്രി കിടന്നു. ഞാൻ അന്ന് ഡൽഹിയിലാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിനെ അറിയിച്ചില്ല, കാരണം ഞാൻ ടെൻഷൻ അടിച്ച് പോകുമല്ലോ എന്ന് വെച്ചാൽ. അവസാനം വന്ന് എൻ്റെ മോനെ കണ്ടപ്പോൾ അവസാനം 3-ാമത്തെ ദിവസം ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു, നീ വാ മോന് ചെറിയ ചൂടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ എത്തി, ചെറിയ ചൂടുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായി. എങ്ങനെ ഞാൻ ഇവിടെ എത്തിയെന്നറിയില്ല. എത്തിയപ്പോഴറിയുന്ന കുഞ്ഞ് ഹോസ്പിറ്റലാണ്. ആ കുഞ്ഞിനെ ചെന്ന് കണ്ട നിമിഷം ഞാൻ വെച്ചു, എൻ്റെയൊക്കെ അമ്മ ഒരടുത്തുനിന്ന് മാറാതെ ഉണരുന്നതിന് മുമ്പേ ഉണർത്താൻ കൂടിയിരുന്ന് ഉറങ്ങിയതിന് ശേഷം ഉറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഒരു അമ്മ എല്ലാറ്റിനും പഠിത്തത്തിന് അവസാനം വരെ ഒപ്പം ഇരുന്ന് അമ്മയുടെ മകളായിട്ട് ജീവിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം വന്ന് രാഷ്ട്രീയമൊക്കെ നിർത്താം എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു. പക്ഷെ അത് ആ ദുഃഖം കഴിഞ്ഞ് കുഞ്ഞിന് സുഖമായപ്പോൾ ആ വിഷമം അങ്ങ് മാറി. എങ്കിലും അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പലപ്പോഴായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചിലതുണ്ട് നമുക്ക് ഈ തിരക്കൊക്കെ ഉണ്ടെങ്കിലും, ഇപ്പം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ വിഷുക്കണി ഒരുക്കും, ഓണത്തിന് അത്തപ്പൂ ഇടും, തിരക്കെല്ലാം ഉണ്ടെങ്കിലും അത് ഞാൻ ചെയ്യും. എൻ്റെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായി വിഷുവിന് പടയനോട്ട ക്ഷേത്രത്തിലെ ഈ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയും അവിടെ ഓടിയെത്തും. എനിക്ക് ആ നമ്മുടെ കാളയും കുതിരയും എല്ലാം കാണുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം, ഇതൊക്കെ നമ്മൾ കളയാതെ നോക്കും. കാരണം തിരക്കുകൾക്കിടയിൽ നമ്മൾ ഇതെല്ലാം കാണും. അത്യാവശ്യം ഇറങ്ങുന്ന എല്ലാ നല്ല സിനിമകളും കാണാനും സമയം കണ്ടെത്തും. അതൊക്കെ അല്ല, ഇപ്പൊ ഈ ബിന്ദു ചേച്ചി പറഞ്ഞ ഒരു ആർദ്രത ഉണ്ടല്ലോ, ഈ ആർദ്രത നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളോട് മാത്രമല്ല തോന്നുന്നത്, എല്ലാവരോടും സമൂഹത്തിനോടും തോന്നും. ആ സമൂഹത്തിനോടും കൂടി തോന്നുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ത്രീക്ക് കൂടുതലായിട്ട് ഇതിൽ മാറ്റമുണ്ടാക്കാൻ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഭർത്താവും ഇതേപോലെ ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പം ഇപ്പം ബിന്ദുജി പറഞ്ഞതുപോലെ ഞാനും കൂടി ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, മോളുടെ കാര്യം 6ാം ക്ലാസ്സിലേക്ക് പോകുന്നു, അപ്പോൾ ഇനി കുറച്ചുകൂടി ശ്രദ്ധ അവൾക്ക് വേണ്ടേ, അപ്പോൾ ഇതൊന്ന് മതിയാക്കാമോ അല്ലെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കാമോ. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോഴും നമുക്കറിയാം, അങ്ങനെ വീടിനകത്ത് കയറി അല്ലെങ്കിൽ ഇത് കുറച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. വീടിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. നമുക്കതിലൊരു സംതൃപ്തി ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സംതൃപ്തി ബാക്കി സ്ത്രീകൾക്കൂടെ അനുഭവിക്കാൻ, അല്ലെങ്കിൽ അതെന്താണ്, ആ സംതൃപ്തി എന്താണ് എന്ന് ഈ സമൂഹത്തിലെ സ്ത്രീകൾക്ക് മനസ്സിലാകുമ്പോഴേ അവരുടെ പങ്കാളിത്ത സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതിനവർ ഇടപെട്ടാലേ അറിയത്തുള്ളൂ. വീട്ടിലിരുന്നുകൊണ്ട് സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. മുത്തുമണി ഇടപെട്ട് നോക്കണം. അപ്പോൾ ഒരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ അത് എന്ത് വലുതാണ് എന്നുള്ളത്. ജമീല മാഡത്തിലേക്ക് എത്തുമ്പോൾ, മാധ്യമങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു റീച്ച് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. കൺവെൻഷണൽ മീഡിയ ആണെങ്കിലും അതെ,
പുതിയ കാല മീഡിയകളാണെങ്കിലും അതെ, അതിനെ തുടർന്ന് നിരന്തരമായി പബ്ലിക് സ്ക്രൂട്ടണിക്ക് വിധേയരാകുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തക അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകയുടെ ജീവിതം. നമ്മൾ സ്ത്രീകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം പറഞ്ഞ കാര്യം, ഈ ഓരോ സ്റ്റോറീസ് ഇങ്ങനെ കിട്ടുമ്പോൾ, ലീഡ്സ് കിട്ടുമ്പോൾ അതിനെ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുമെങ്കിലും കുറച്ച് അടുത്ത സ്റ്റോറി കിട്ടുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് മാറ്റി അവർക്ക് അതിലൊരു നൈരന്തര്യം ഇല്ല. ഒരു ഇഷ്യൂ ഇങ്ങനെ അങ്ങനെ പിന്തുടർന്നുകൊണ്ട് പോകുന്നതിൽ അതെങ്ങനെ പോകുന്നു എന്നൊക്കെ നോക്കി അത് മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൽ ഒരു നൈരന്തര്യം ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടു. അതുകൊണ്ട് മാധ്യമങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. പിന്നെ പബ്ലിക് സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ പൊതുരംഗത്ത് നിൽക്കുന്നവരല്ലേ എല്ലാവരും കാണുന്നത്. അപ്പം അതുകൊണ്ടത് വരും. സിനിമാ താരങ്ങൾക്കില്ലേ കാര്യം, എപ്പോഴും ആളുകൾ കാണുകയാണ്. നമ്മൾ എത്ര വിചാരിക്കുന്നോ, എത്ര പേര് നമ്മളെ കാണുന്നെന്ന് വിചാരിക്കുന്നോ, യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു 10 ഇരട്ടി ആളുകൾ നമ്മളെ കാണുകയും ശ്രദ്ധിക്കുകയും നമ്മുടെയൊക്കെ സ്വഭാവ വൈചിത്ര്യങ്ങളും സ്വഭാവ വിശേഷങ്ങളും വരെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അത് എന്നും അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പം അതിലൊന്നും നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയല്ല, പബ്ലിക് സ്ക്രൂട്ടണിക്ക് വേണ്ടിയല്ല. ജനങ്ങളുടെ മധ്യത്തിൽ എന്നെപ്പറ്റി എന്തെങ്കിലും ചർച്ച ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോയെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നെ ഒരുപാട് സ്ക്രൂട്ടണി ചെയ്യുന്നു ഞാൻ 5 വർഷം നിയമസഭയിൽ ഉണ്ടായിരുന്നപ്പോഴെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒട്ടും വിചാരിച്ചിരിക്കാത്ത പല ഭാഗങ്ങളിൽ നിന്നും എനിക്ക് നിശിതമായിട്ടുള്ള വിമർശനവും ഇകഴ്ത്തലും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ ആദ്യത്തെ പ്രസംഗം തൊട്ട് ഈ മുലക്കരം പറഞ്ഞ കാര്യം. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ കേരളത്തിലെ സ്ത്രീകൾ നമ്മൾ ഇത്രത്തോളം പാപ്പരത്തമുള്ളവരുടെ, അഭിമാനം ഇല്ലാത്തവരുടെ, അതെ, അപ്പൊ എനിക്ക് റെവലേഷനാണ്. അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിലാണ് ജീവിതം. സ്ത്രീകൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ഇവിടെ ആരോ ബിന്ദുവായിട്ട് പറഞ്ഞില്ലേ, നമുക്കൊരു സമാധാനം കിട്ടും പൊതുരംഗത്ത് നടന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം കുട്ടിയിലേ തൊട്ട് അച്ഛനും ഭർത്താവും ഒക്കെ രാഷ്ട്രീയമായിട്ട് ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നതും അതിൻ്റെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും പരിഹരിക്കപ്പെടാതെ പോകുന്നതും അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും ഒക്കെ കണ്ടു വളർന്നതാണ്. ബാങ്കിലിരുന്നപ്പോഴും ഞാൻ ഈ കാര്യങ്ങൾക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. MLA ആയിട്ട് ജയിച്ചു വന്ന അന്ന് തൊട്ടുള്ള 2011 തൊട്ടുള്ള കാര്യമൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് സമാധാനം ഉണ്ടാകുകയല്ല ചെയ്യുന്നത്. പൊതുരംഗത്ത് കൂടുതൽ പ്രവർത്തിക്കുന്നവരും നമ്മുടെ മനസ്സിൽ അസമാധാനം നിറയാണ്. നമുക്കിപ്പോ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മുടെ മകളുടെ പിറന്നാളിന് ഒരു പട്ടുപാവട വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പായസം വെച്ചു കൊടുക്കണം. ജീവിതത്തിൽ പായസം പോയിട്ട് കഞ്ഞിവെള്ളം കുടിക്കാൻ ഇല്ലാത്തവരിപ്പോഴും ഉണ്ട്. തലയിൽ കൂടെ ചോർന്ന് വീഴുന്നവരിപ്പോഴും ഉണ്ട്. ചോരാൻ ഒരിടവും ഇല്ലാത്തവരുണ്ട്. ഇതെല്ലാം നിഷേധിക്കും. ഈ രാജ്യത്തുള്ള എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥ വിഭാഗത്തിൽ ചെയ്തു കൊടുക്കാൻ നിയുക്തരായിട്ടുള്ള ആളുകള് ശമ്പളവും കൊടുത്ത് ഒരാളിനെ റിക്രൂട്ട് ചെയ്ത് ചുമതലപ്പെടുത്തി ഇരുത്തിയാൽ ജനാധിപത്യ രാജ്യത്തില് സേവനാവകാശ നിയമവും വിവരാവകാശ നിയമവും ഒക്കെ പാസ്സാക്കി അങ്ങ് കൊടുത്താൽ ഇതെല്ലാം കാവൽ നായ്ക്കളായിട്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നാൽ നടക്കുമെന്ന് വിചാരിക്കരുത്. അവിടെയാണ് പൊതുപ്രവർത്തകം വരുന്നത്. അവകാശങ്ങൾ എത്ര വേണമെങ്കിലും നിമിഷം തോറും ഇത് ധംസിക്കപ്പെടുകയാണ്. സ്ത്രീകളുടേത് ഉൾപ്പെടെ. സ്ത്രീകളുടേതാണ് അതിന് ഉദാഹരണം.